hey guys, welcome back to our channel. So welcome back to another ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. പാട്രിയോട്ട് എന്ന് പറയുന്ന മൂവി അങ്ങനെ നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുന്ന പുതിയ പടമാണ് സുഹൃത്തുക്കളെ പാട്രിയോട്ട്. അതും മഹേഷ് നാരായണന്റെ ഡയറക്റ്റിലും റൈറ്റിംഗിലുമാണ് സുഹൃത്തുക്കളെ ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുന്നത്. സോ പടത്തിന്റെ കാസ്റ്റിലേക്ക് വരുമ്പം ലാലേട്ടൻ മമ്മൂക്ക, കൊച്ചക്ക ഭവൻ, ഫഹദ് ഫാസിൽ, നയൻതാര, രാജീവ് മേനോൻ, രേവതി, ദർശന രാജേന്ദ്രൻ, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സ് ആണ് സുഹൃത്തുക്കളെ പടത്തിനകത്തുള്ളത്. സോ പടത്തിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് സുഷിൻ ശ്യാം ആണ്. പടത്തിന്റെ സിനിമോട്ടോഗ്രാഫി ചെയ്തിരിക്കുന്നത് മനൂഷ് നന്ദൻ എന്ന് പറയുന്ന ആളാണ്. അപ്പൊ ഇത് ആക്ച്വലി ഒരു ആക്ഷൻ ഡ്രാമ ത്രില്ലർ മൂവിയാണ്. സോ പടം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. ഭയങ്കര രസമാണ് കണ്ടിരിക്കാൻ. നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കയും സ്ക്രീനിൽ ഒന്നിച്ച് കാണാനും അങ്ങനെയുള്ള ലോട്ട്സ് ഓഫ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പടം നല്ല കിടുക്കനായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അതുപോലെ ഒരു സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ആണ് മഹേഷ് നാരായണൻ പറഞ്ഞിരിക്കുന്നത്. അതും പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനമാണ്. ഇതിൻ്റെയൊക്കെ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞതുപോലെ തന്നെ ഇതുവരെ നടന്നിട്ടില്ലാത്തതും ഇനി നടക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു ടൈപ്പ് ഓഫ് സാധനമാണ്. പിന്നെ അതുപോലെ കുറച്ചധികം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരുപാട് പറഞ്ഞ സ്പോയിലർ ആയിപ്പോവും. പിന്നെ അതുപോലെ തന്നെ പടം എനിക്ക് ഒരു ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു മൂവി ആണോ എന്ന് ചോദിച്ചാൽ നോട്ട്. കാരണം എക്സ്പെക്റ്റേഷൻ കൂടിയത് കൊണ്ടാണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എക്സ്പെക്റ്റേഷനോടൊത്ത് ആ പടം അങ്ങോട്ട് എനിക്ക് അത്രയ്ക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ലായിരുന്നു. അതാണ് എനിക്ക് ഉണ്ടായൊരു അനുഭവം. ഫസ്റ്റ് ഹാഫ് എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു ചെറിയൊരു ക്യാരക്ടർ ബിൽഡിങ് പോലെ നമ്മുടെ മമ്മൂക്കയുടെ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള കുറച്ച് സംഭവങ്ങൾ. പിന്നെ അതുപോലെ ഈ ഒരു ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് കയറി വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ചധികം ബിൽഡിംഗ് ആണ് അവർ ഫസ്റ്റ് ഹാഫ് കുറേയൊക്കെ ചെയ്തത്. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ അതായത് ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു ഇന്റർവെൽ സാധനം എത്തുമ്പോഴത്തേക്ക് ഒരു ആക്ഷൻ സീക്വൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് വേറെ ലെവൽ സാധനമാണ്. സുഷിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവിടെ കത്തിച്ചെന്ന് പറയണം. സോ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും ഈ പറഞ്ഞ പോലെ പടത്തിന്റെ ബേസ് കുറച്ച് ഇറങ്ങി പോകുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞ് ലാലേട്ടന്റെ കുറച്ചധികം സീനുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതും അത്യാവശ്യം നല്ല രസമായിട്ടുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. നമ്മുടെ ലാലേട്ടനെയും മമ്മൂക്കയും ഒന്നിച്ച് സ്ക്രീനിൽ കാണുമ്പോഴുള്ള രസമായിട്ടുള്ള ഒരുപാട് മൊമെന്റ്സ് ഈ പടത്തിലുണ്ട്. ഭയങ്കരമായിട്ടും വിസിലടിച്ച് മാർപ്പ് പൊളിച്ച് അണ്ണാക്ക് വെച്ച് ഭയങ്കരമായിട്ട് എനർജറ്റിക് ആയിട്ടുള്ള നല്ല കിടുക്കനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കിട്ടിയത്. കിടുക്കനായിട്ടുള്ള ഓഡിയൻസിൻ്റെ കൂടെ ആയിരുന്നു പടം കണ്ടത്. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് ഇത്രയും എനർജറ്റിക് ആയിട്ടുള്ള കുറച്ചധികം ആൾക്കാരോട് ഇരുന്ന് പടം കാണുന്നത്. അതിൻ്റെതായിട്ട് നല്ല രീതിക്ക് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ വൺ മോർ തിങ്, ഈ പടം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ തന്നെ കാണും. കാരണം തിയേറ്ററിൽ കണ്ടെങ്കിൽ മാത്രമേ, അത് പ്രത്യേകിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ടൈപ്പ് ഓഫ് ഓഡിയൻസിനോട് ഇരുന്ന് കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പടം വർക്ക് ആവത്തുള്ളൂ, അതായത് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് വേറെ ഒന്നും കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ലല്ലോ. എന്താ ഏതാന്നുള്ളത് നമുക്ക് ചെറിയൊരു ചെറിയ പ്ലോട്ട് എന്ന് പറയാൻ പറ്റത്തില്ല. കംപ്ലീറ്റ് സ്റ്റോറി നമുക്ക് ട്രെയിലറിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഓൾറെഡി മനസ്സിലായതാണ് ഇന്നൊരു സംഭവം ഉണ്ട്, ആ സംഭവത്തിനെതിരെ നിൽക്കുന്ന ആൾക്കാർ, അതാണ് സംഭവം. അതാണ് ബേസിക്കലി കാണിച്ചു നിൽക്കുന്ന മൂവി. അല്ലാണ്ട് വേറെ എക്സ്ട്രാ ഓർഡിനറി സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ആരാണ് നെഗറ്റീവ് ഷെയ്ഡ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ആരൊക്കെയാണോ ഒന്നിച്ചു വരുന്നത് എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. പിന്നെ അതുപോലെ ചില ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യങ്ങളുണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കൊരു ചോദ്യമാണ്. അതിനകത്തൊരു 2-3 പേരുണ്ട്. അതിനകത്ത് എനിക്ക് 2 പേരായിട്ട് തോന്നിയത്, ഒന്ന് നയൻതാര ആൻഡ് ഒന്ന് രേവതി. ആക്ച്വലി അവരുടെ റോൾ ആവശ്യമുണ്ടായിരുന്നോ എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ചോദ്യചിഹ്നമാണ്. എസ്പെഷ്യലി നയൻതാര ആവശ്യമുണ്ടായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതുപോലെ ഇൻ്റർവ്യൂവിൽ കണ്ടതാണ് ഇതുപോലെ അവർ പുറത്തുള്ള ആൾക്കാരെ, ഐ മീൻ മറ്റുള്ള ഇൻഡസ്ട്രിയിൽ നിന്ന് നടന്മാരെ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴാണ് നമ്മുടെ മമ്മൂക്ക പറഞ്ഞത്, നമുക്ക് ഇവിടെ തന്നെ ആളുണ്ടല്ലോ, ദെൻ വൈ എന്തുകൊണ്ട് ചോദിച്ചുകൂടാ എന്നുള്ള രീതിക്കാണ് നമ്മുടെ ലാലേട്ടൻ ഇതിലേക്ക് ഇന്നാവുന്നത്. പക്ഷേ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ലാലേട്ടൻസ് റോള്. അത് എന്തോന്ന് വെച്ചാൽ പെർഫോമൻസിലും കാര്യങ്ങളിലും അല്ലടി, അതിനകത്തുള്ള ആ ഒരു ഇതിലെനിക്ക്, അതായത് പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ആ ഒരു ക്യാരക്ടർ പ്രസൻറ്റേഷൻ എനിക്ക് അങ്ങോട്ട് ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ്. എൻ്റെ സ്വന്തം അഭിപ്രായമാണിത്. എനിക്ക് അത്രയും കൊണ്ട്, കാരണം നമ്മൾ ലാലേട്ടൻ മമ്മൂക്ക ഒന്നിക്കുന്ന ഒരു പടം എന്ന് പറയുമ്പോൾ വേറെ കുറേ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പോയി കാണുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് വന്നു പോകും. കാരണം നമ്മൾ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ കൊച്ചിലോട്ടെ കാണുന്ന ആൾക്കാർ, അവർ ഒന്നിച്ച് പടം വരുന്നെന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ വരുന്നുണ്ടെന്ന് കേൾക്കുമ്പോൾ തൊട്ടേ നമുക്ക് പല എക്സ്പെക്റ്റേഷൻസ് വരും. സോ ആ ഒരു എക്സ്പെക്റ്റേഷൻ മൈൻഡിൽ പോയതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു ആക്ഷൻ ത്രില്ലർ സാധനങ്ങൾ എനിക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ല. ബട്ട് എന്നാൽ പോലും
ഒന്നിച്ചിരുന്ന് കാണാൻ പറ്റിയ ഫാമിലിയോടൊപ്പം ഒക്കെ നമുക്കിരുന്ന് കാണാൻ പറ്റിയ പോലത്തെ നൈസൊരു പടമാണ്. ഈ പറഞ്ഞ പോലെ സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു കണ്ടന്റും പറയുന്നുണ്ട്, ഒക്കെ രസമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ കണ്ടു തന്നെ മനസ്സിലാക്കുക. ഞാൻ എന്താണ് ഏതാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. എന്തുകൊണ്ടാണ് എനിക്ക് ആ ലാലേട്ടനെ കൊണ്ടുവന്നത് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല, അല്ലെങ്കിൽ എനിക്ക് അത് കുറച്ചും കൂടെ വേറെ രീതിയിലോട്ട് മാറ്റുമായിരുന്നെങ്കിൽ ബെറ്റർ ആയേനെ എന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് പടം കാണുമ്പോൾ മനസ്സിലാവുന്നതാണ്. ചിലവർക്ക് മേ ബി വർക്കാവും, ചിലവർക്ക് വർക്കാവത്തില്ല. അപ്പോൾ വർക്ക് ആവാത്തവരുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. പിന്നെ അതുപോലെ ഇതിനകത്ത് ഒരു ഫൈറ്റർ ജെറ്റിൻ്റെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ ട്രെയിലറൊക്കെ കണ്ടു കാണും, അത് ആരാ ഓടിക്കുന്നത് എന്താണെന്നുള്ളതൊക്കെ. എൻ്റെ മോനെ, അതിൻ്റെ മേക്കിംഗ് ടോപ്പ് നോച്ച് ആയിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഹോളിവുഡിലൊക്കെ കാണുന്നത് പോലത്തെ, അങ്ങനത്തെ മൂവീസ് കാണുന്നത് പോലത്തെ ആ ടൈപ്പ് ഓഫ് ക്രിസ്റ്റൽ കിടുക്കുന്ന സാധനം. അത് ശരിക്കും എന്നെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ചൊരു സംഭവമാണ്. ബാക്കി എല്ലാവരും പൊളിയാണ്. ഫഹദ് ഫാസിലായിക്കോട്ടെ, വാസ് യൂഷ്വൽ പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര കിടുക്കനാണ്. ഈ പറഞ്ഞ കുറച്ചധികം അഗ്രസീവ്, കുറച്ചധികം ഷൗട്ട്, കുറച്ചധികം ബിസിനസ്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് എനർജറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ഫഹദ് ഫാസിലിൻ്റെ ഭാഗത്തു നിന്ന്. ചാക്കോച്ചൻ ഓൾവേസ് പൊളിച്ചെടുക്കിയിട്ടുണ്ട്. എല്ലാവർക്കും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെയാണ്. മെയിനായിട്ട് മമ്മൂക്കായുടെ ചുറ്റിപ്പറ്റിയാണ് ഈ സ്റ്റോറികൾ നടക്കുന്നത്. പുള്ളിക്കാരൻ്റെ ലൈഫിലും അല്ലെന്നുണ്ടെങ്കിൽ വേറൊരാൾ മുഖേന മമ്മൂക്ക ഇതിൽ ഇൻവോൾവ് ആകുന്നത്. ദെൻ അത് കഴിഞ്ഞ് പുള്ളിക്കാരൻ്റെ ലൈഫിലൂടെയാണ് ഈ സ്റ്റോറീസ് പറഞ്ഞു പോകുന്നത്. സോ പുള്ളിക്കാരൻ്റെ ലൈഫിലോട്ട് ഈ ആൾക്കാരൊക്കെ വരുന്നു. ഇവരൊക്കെ ആരാണ്, ഇവർക്കൊക്കെ എന്തൊക്കെയാണ് ഇൻവോൾവ്മെൻറ്റ്, അല്ലെങ്കിൽ ഇവരൊക്കെ ഇതിനകത്ത് ഇൻവോൾവ്ഡ് ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു തരുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ പാട്രിയോട്ട്. സോ എൻ്റെ കാഴ്ചപ്പാടിൽ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പടം ഇവിടെ 100 കോടി അടിക്കും, 200 കോടി അടിക്കുമോ, അല്ലെങ്കിൽ അതിൽ കൂടുതൽ കിട്ടുമോ എന്നുള്ളതല്ല. ആഫ്റ്റർ എ ലോങ് ടൈം, അല്ലെങ്കിൽ ആഫ്റ്റർ ലോങ് ഇയേഴ്സ് നമ്മുടെ ലാലേട്ടൻ നമുക്ക് ഒന്നിക്കുന്ന ഒരു പടമാണ്. പക്ഷേ നമുക്ക് കുറച്ചധികം എക്സ്പെക്ടേഷൻ, എനിക്ക് പേഴ്സണലി കുറച്ചധികം എക്സ്പെക്ടേഷൻസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സോ എൻ്റെ എക്സ്പെക്ടേഷൻ ഒത്ത് പടം വന്നിട്ടില്ല എന്ന് തന്നെ വേണം എനിക്ക് പറയാനായിട്ട്. അതർവൈസ് പടം ഈസ് നൈസ് ആണ്. സോ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, അല്ലാതെ മറ്റേ OTT പ്ലാറ്റ്ഫോം അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ പ്രിന്റ് വരും, അവിടുന്ന് വരും അങ്ങനെ കാണാം എന്നുള്ള മൈൻഡ് സെറ്റ് ഇരിക്കാതെ ജസ്റ്റ് നിങ്ങൾ തിയേറ്ററിൽ നല്ല കിടുക്കൻ ഓഡിയൻസിൻ്റെ കൂടെ മാത്രം ഇരുന്ന് കാണുക. അല്ലാതെ ഇരുന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ശോകമായിരിക്കും. നമുക്ക് ആർപ്പ് വിളിക്കാനുള്ളതും എൻജോയ് ചെയ്യാനുള്ളതും വിസിലടിക്കാനുള്ളതും കൈ അടിക്കാനുള്ളതും ഒക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സോ ആ കാര്യത്തിലൊന്നും നിങ്ങൾക്ക് എന്താ പറയുക, അയ്യോ ഇതില്ലായിരുന്നല്ലോ എന്നുള്ളൊരു തോന്നൽ വരാത്ത രീതിക്ക് അങ്ങനെയുള്ള കുറച്ചധികം മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നൈസാണ്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണുക പാട്രിയോട്ട്. സോ ഗൈസ്, അപ്പോൾ അതാണ് പാട്രിയോട്ട് എന്ന് പറയുന്ന മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.